ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്റ്റഡി വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഒരു ദിവസത്തെയല്ല, 2-3 ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നല്ല രീതിയിൽ പനിയൊക്കെ ആയിരുന്നു. മഴ നല്ല പണി തന്നു. പനിയും ജലദോഷവും ഇവിടെ എല്ലാവർക്കും തന്നെ മൊത്തത്തിൽ പണി കിട്ടി. പനിയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് മക്കൾക്ക് വന്നാലും എനിക്ക് വന്നാലൊക്കെ തന്നെ നമുക്ക് വീഡിയോസൊക്കെ ഇടാനും പഠിക്കാനും ഒക്കെ മൊത്തം ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയ പോലെയൊക്കെ കുറച്ച് സമയം ഞാൻ പഠിച്ചതായിട്ട് ഒക്കെ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടൊരു വീഡിയോ ആയിട്ട് ഇന്ന് ഉള്ളത്. അപ്പം ഈ വീക്കിൽ എൻ്റെ ടൈം ടേബിളൊന്നും എനിക്ക് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ പഠിച്ചു. മലയാളത്തിലെ ഒറ്റപ്പദമാണ് ഞാൻ നോക്കിയത്. അപ്പം അത് ഞാൻ പറഞ്ഞത് ടെലഗ്രാമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ അതിനകത്ത് ഇങ്ങനെ PDF കൊടുത്തിട്ടുണ്ട്. അതിനകത്തെയാണ് ഞാൻ പഠിക്കുന്നത്. കൂടുതലും PYQ ആണ്. അപ്പോൾ അതാണ് ഞാൻ നോക്കിപ്പോയത്. പിന്നെ മാത്സ് പുതിയ ടോപ്പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അതാണ് നോക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്നത്. പെർസെൻറ്റേജ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് റിവൈസ് ചെയ്ത് പോവാണ് വേണ്ടത്. പിന്നെ ഞാൻ ഒരു സമയം കിട്ടിയപ്പോൾ എനിക്ക് തലവൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പനി വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പനിയും ജലദോഷവും തൊണ്ടവേദനയും ചെവി വേദനയും ഇല്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പനി വന്നാലത്തെ ഒരവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനോ പഠിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു എക്സാം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാധാരണ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ആ ടൈമിൽ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് എക്സാം ഒന്നും എഴുതിപ്പോലും കുറവായിരുന്നു. അപ്പോൾ എക്സാം എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ ടെലഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാട്ടോ ചെയ്തത്. അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് മൊബൈലിലാണ്, വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്തു. അതിൽ റൗണ്ടിട്ട് കാണിച്ചതെന്ന് വെച്ചാൽ എൻ്റെ മുന്നും പറഞ്ഞിട്ട് എൻ്റെ പഞ്ചവത്സര പദ്ധതികൾ എത്ര പഠിച്ചാലും എൻ്റെ തല നിൽക്കില്ലാന്ന്. അതിനകത്തൊരു കേരള മോഡൽ പദ്ധതി അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നു. അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് റൗണ്ടിട്ട് കാണിച്ചതാണ്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോൾ എല്ലാവരെയും കാണിച്ചു, മക്കളെയും കാണിച്ച് എന്നെയും കാണിച്ചു. പോയിട്ട് വന്നപ്പോൾ ഞാൻ തൊഴിൽ വാർത്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൊഴിൽ വീതി ഒന്നും വാങ്ങലില്ല. പണ്ട് PSC കുറിച്ച് വലിയ ധാരണയില്ലാത്ത ടൈമിൽ MBA പഠിക്കുന്ന ടൈമിൽ ചേട്ടാ ഇങ്ങനെ തൊഴിൽ വാർത്തയാണോ തൊഴിൽ വീതിയാണോന്ന് അറിയത്തില്ല, എനിക്കൊന്ന് മലയാളം മനോരമേൻ്റെ തൊഴിൽ വീതിയാണെന്ന് തോന്നുന്നു, അത് വരുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എന്തിനാണെന്നറിയില്ല, എല്ലാം അട്ടിക്ക് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ തൂക്കി കൊടുക്കും അങ്ങനെ എന്ത് തന്നിട്ട്. ഇപ്പോൾ തൊഴിൽ വീതി എന്ന് പറഞ്ഞാൽ എന്നോടേക്കും കുറേ മുന്നേ പണ്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് നീ എന്താ ചെയ്തേന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കും. ശരിയാണ്, അന്ന് പക്ഷേ അതെന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത്, എന്താണ് അതുകൊണ്ടുള്ള ഗുണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇന്നതിന് പക്ഷേ എനിക്കത് കുറച്ച് യൂസ്ഫുള്ളായിട്ടും വേണമെന്നൊക്കെ അത്യാവശ്യം വേണ്ടൊരു സാധനമാണെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഒന്ന് കമ്പൽ ചെയ്ത് വാങ്ങും. പിന്നെ ഞാൻ വലിയ കമ്പൽ ചെയ്തില്ല. പിന്നെ ചോദിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഈ ആഴ്ചത്തെ ഒന്ന് വാങ്ങിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനകത്ത് ഇഷ്ടമാതിരി മോക്ക് ടെസ്റ്റും പിന്നെ കറണ്ടിൽ നടന്ന എക്സാംസിൻ്റെ ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും തന്നെ ഇതൊക്കെ വാങ്ങുന്നവരും വെക്കുന്നവരൊക്കെ ആയിരിക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പരിശീലിക്കാനുണ്ടാവും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ. പരമാവധി പറ്റുമെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ വീക്കിലി ആയിട്ട് വാങ്ങിയാലും മതിയാവും. അതെങ്ങനെയാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ആഴ്ചയിൽ 2 നാളോ എങ്ങനെയാണെന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. 15 രൂപയുള്ള സംഭവത്തിന് എന്താണെങ്കിലും ഞാൻ ഒരെണ്ണം വാങ്ങിയപ്പോൾ അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താണെങ്കിലും മൊത്തം ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഇനി പത്രത്തിൻ്റെ കൂടെ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയൊന്നും വരുത്തുന്നില്ലെങ്കിലോ പിന്നെ ഇങ്ങനെ വീക്ക്ലി അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകുമല്ലോ ടൗണിൽ പോകുന്നു, ആ ടൈമിൽ ഒന്നെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ വാങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എനിക്കത് നല്ലതായിട്ടാണ്. പിന്നെ കറണ്ട് അഫേഴ്സൊക്കെ നമ്മൾ കയ്യിലൊരു സംഭവം കിട്ടുമ്പോഴേ പെട്ടെന്ന് അത് എന്താണെങ്കിലും ഒന്ന് വായിച്ച് പോകണ്ടിരിക്കില്ല. പണ്ടത്തെ പോലെ അട്ടിക്ക് എന്താണെങ്കിലും എടുത്ത് വെക്കത്തില്ലല്ലോ. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ PSCനെ അടുത്ത് അറിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ പോകണമെന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങനെ ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. കൂടുതലായിട്ടൊന്നും തന്നെ പഠിച്ചിട്ടില്ല. ഇനി എന്താണെങ്കിലും പനിയും എല്ലാം ഒന്ന് ശമനം കണ്ടിട്ടുണ്ട്. മക്കളാണെങ്കിൽ സ്കൂളിൽ പോവുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും മൊബൈലൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.